ഹലോ. സ്റ്റക്കായി നിൽക്കുന്നല്ലോ. ആ ആ, യുവർ വീഡിയോ ഇസ് ഫ്രീസ്. ആ എന്ത് പറ്റി? നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടോ? ഇപ്പോഴും കേൾക്കാമോ? കേൾക്കാം, ആ പക്ഷെ ഉണ്ട് ഉണ്ട്. ഓ, ശരി ശരി. സോ ഇന്നലെ നമ്മൾ എന്തൊക്കെയായിരുന്നു നോക്കിയേ? വിച്ചും പിന്നെ വെന്നും വൈ വയ്യുമായിരുന്നു അല്ലേ? വെച്ചും വെന്നും വൈ വൈയും. വെന്നും വയ്യും. അല്ലേ? ആ വെച്ച്. ഓക്കെ. സോ ഞാൻ അതെ അതെ അതെ. സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇപ്പോഴത്തെ സെഷനിൽ കേറിയായിരുന്നോ ഓക്കേ. ഫെബിൻ? ഇല്ല ഞാനിപ്പോ വന്നതേ. ഓക്കെ, ശരി ശരി. ഞാൻ തന്നെയായിരുന്നു സെഷൻ എടുത്തത്, അപ്പൊ ഞാൻ ഫെബിനെ കണ്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. പിന്നെ കുറെ പേരൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ 5 മിനിറ്റ് ആയതേ 5 മിനിറ്റ് ആയതേ ഉള്ളൂ എന്ന്. ഓ, ശരി ശരി. വിച്ചും അടുത്തോട്ട് ഞാൻ അറിഞ്ഞില്ല മിസ്റ്റേക്ക് തോന്നുന്നു. ഞാനത് മറ്റേ മെസ്സേജ് അയച്ചായിരുന്നല്ലോ. ഓക്കെ. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, ആ വർക്ക് കാരണമല്ല. ഞാൻ വിളിച്ച് സാർ. ആ ആ, ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ വെന്നും വൈയും ഇന്നലെ നോക്കിയല്ലേ? ഒരു വൈ അതെ. കൊണ്ടൊരു ചോദ്യം ചോദിക്കൂ. വൈ കൊണ്ട് പ്ലീസ് ആസ്ക് മീ എ ക്വസ്റ്റ്യൻ വിത്ത് വൈ. വൈ ആർ യു ലേറ്റ്? എന്നോട് വൈ ആർ ചോദിക്കാം. യു ഹാപ്പി? യെസ്. ആ വൈ ആർ യു ലേറ്റ്? അടുത്ത ചോദ്യം. വൈ ആർ യു ഹാപ്പി? uh, yes, I'm really happy because I did the session well. I got appreciation from our madam, so I'm really happy. Okay. ഓക്കെ. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൂ, ഹോസ്, ഹും. ഓക്കെ. ഹിന്ദിയിലെ മേ വരുമ്പോ ഹും എന്നൊക്കെ പറയുന്ന പോലത്തെ ഹും ആണല്ലേ ഇത് വേറൊരു ഹുമാണ്. അപ്പൊ ഇതിന്റെ മീനിങ് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. ഹൂ എന്ന് പറയുമ്പം ആരാണ്? ഹൂ ഇസ് യുവർ ഫേവറേറ്റ് ടീച്ചർ, അല്ലെങ്കിൽ ഹൂ ഇസ് യുവർ ഫേവറേറ്റ് റൈറ്റർ. ആൾക്കാരെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഹൂ യൂസ് ചെയ്യുന്നത്. ഒബ്ജക്ട്സിന്റെ കൂടെയോ ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത്. ഓക്കെ ഫെബിൻ. ഹൂ ഇസ് യുവർ ഫേവറേറ്റ് ബുക്ക് എന്ന് ചോദിക്കൂ. ഇല്ല. ആ, നമ്മൾ ആൾക്കാരുടെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഹൂ ഇസ് യുവർ ഫേവറേറ്റ് പേഴ്സൺ. അപ്പോ ഫെബിനെ ചോദിക്കാമോ എന്നോട് എന്തെങ്കിലും ഓക്കെ. ഈ ഈ ഒരു ഫോമാറ്റിൽ ഒരു 5 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് ചോദിക്കുക. ഹു ഈസ് യുവർ ഫേവറേറ്റ് കസിൻ? ഹൂ ഇസ് യുവർ ഫേവറേറ്റ് കസിൻ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആരാണ് റോൾ മോഡൽ? അറബിയുടെ റോൾ മോഡൽ ആരാണ്? ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? ഹു ഈസ് യുവർ റോൾ മോഡൽ? യെസ്, എക്സാക്ട്ലി. അപ്പൊ അതാണ് ശരിക്കും നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്? അപ്പൊ ഹൂ ഇസ് യുവർ റോൾ മോഡൽ? ആരാണ് നിങ്ങളുടെ മോട്ടിവേറ്റർ? എന്നെ എപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണ് മോട്ടിവേറ്റർ. അപ്പോ ഡു യു ഹാവ് എനി മോട്ടിവേറ്റേഴ്സ് ഇൻ യുവർ ലൈഫ് ഫെബിൻ? ഉണ്ടോ ഉണ്ടോ ഓക്കെ. ഉണ്ടോ? യെസ് യെസ്. യെസ്. ഹൂ ഇസ് യുവർ മോട്ടിവേറ്റർ? യെസ് ഐ ഹാവ്. ആ, ഹൂ ഇസ് യുവർ മോട്ടിവേറ്റർ? റൊണാൾഡോ. റൊണാൾഡോ. Okay. So his biography or his life history ഹലോ. has. എനിക്ക് ആ, സ്റ്റക്ക് ആവുന്നുണ്ടേ. ആണോ? ഇവിടെ നെറ്റ്വർക്ക്. ഞാനൊന്ന് ലീവ് ചെയ്തിട്ടൊന്ന് കയറട്ടെ. ഓക്കെ. കേൾക്കും കേൾക്കും. മാം ആ നോട്ട്സ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോ മാം, ഞാൻ എന്ത് ചെയ്യണം അത്? ഓൾറെഡി മാമിന് ഞാൻ ലിങ്ക് തന്നിട്ടുണ്ടല്ലോ. മാം എന്നാ അത് ഗ്രൂപ്പിലോ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ അതിന്റെ എന്തെങ്കിലും മാം പറയുന്ന പോലെ ചെയ്യാം.
That's ഇന്നത്തെ സെഷൻ മനസ്സിലായോ? എന്താണ് ക്ലിയർ? ഓക്കെ, കാണാമല്ലോ അല്ലേ? ഹലോ, ആ, യു ആർ ഓഡിബിൾ. കേൾക്കാമോ? കേൾക്കാം. റേഞ്ച് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ദാറ്റ്സ് ഓക്കെ. ഞാൻ പറയുന്നത് കേൾക്കാവോ? ഹലോ, ഹലോ. അത് PDF ആയിട്ട് എനിക്ക് അയക്കണേ. PDF ആയിട്ട് അയക്കാം. അതിന് ചോദിക്കുകയും കൊടുത്തേ.
അപ്പൊ ഇനി എന്ത് ചെയ്യും? ക്ലാസ്സിൽ കയറാൻ പറ്റുമോ? ഞാൻ എന്തായാലും സ്ക്രീനിൽ 10 മണി വരെ ഉണ്ടാകും. ഫെബിൻ ഒന്ന് നോക്ക്. എങ്ങനെയുണ്ട് ഇപ്പൊ? ഹലോ. ഹലോ. ആ, ഒരു കാര്യം കേൾക്കാം. ചെയ്യ്, അന്നാ വീഡിയോ ഓഫ് ചെയ്തേക്ക്. അപ്പൊ അത്രയും നെറ്റ് നമുക്ക് ഇതാക്കാലോ, ആ, ഓക്കെ. ചെയ്യാലോ. ഇപ്പൊ ഞാൻ ടൈം ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാമേ. എനിക്ക് ടൈമിൽ ഭയങ്കര നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അയ്യോ, ടൈം എന്ന് പറയുമ്പം ഏത് ടൈം ആയിരിക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം? മോർണിംഗ്. എത്ര മണിക്കാ? ഇവിടുത്തെ ഒരു 5:30. ഇപ്പൊ നാട്ടിലെ 6, 7, 8 o'clock, 8 മണിക്ക്. 8 മണിക്ക് ഓൾറെഡി എനിക്കൊരു സെഷൻ ഉണ്ട്. ആം, ആണോ? ആ 6:30 ഓക്കെ ആയിരുന്നു. രാവിലെ 6:30. 6:30. അല്ല, വൈകിട്ട് 6:30. 6:30 അല്ലെന്നുണ്ടെങ്കിൽ, വൈകിട്ട് 6:30യോ? അതല്ലെന്നുണ്ടെങ്കിൽ 7:30 മുതൽ 8 മണി വരെ. 7:30 മുതൽ ഓ, അപ്പം എനിക്കിവിടെ 5 മണിയാണ്. ഓ, ശരി ശരി. ഇത് അതെന്താ ഈ ടൈം അനുസരിച്ച് നെറ്റ് കിട്ടും എന്ന് പറഞ്ഞത്? അതെനിക്ക് മനസ്സിലായില്ല. അത് ഈ വൈകിട്ട് ഒരുപാട് പേര് ചിലപ്പോ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓ, ശരി ശരി. അങ്ങനെ ചില അല്ലെന്നുണ്ടെങ്കിൽ സമയത്ത് ഇഷ്യൂ വരാം. മാക്സ് ഒന്ന് നോക്ക്. അല്ലെന്നുണ്ടെങ്കിൽ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈം ഫെബിൻ ഒന്ന് ഞാൻ ഫ്രീ ആയിട്ടുള്ളത് രാവിലേക്ക് ഞാൻ ഫ്രീ ആയിരിക്കും. ഉച്ചയ്ക്കും ഞാൻ ചില ക്ലാസ്സുകളൊക്കെ ഉള്ളൂ. വൈകിട്ട് എനിക്ക് 7 മണി മുതൽ ത്രൂ ഔട്ട് സെഷനാണ്. 10:30 വരെ എനിക്ക് ക്ലാസ് ഉണ്ട്. 7 മണി മുതൽ ആണോ? 10:30 വരെ. അതിൽ ഫ്രീ ആ, ആയിട്ടുള്ളത് ഓക്കെ. 7:30 മുതൽ 8 വരെ. അത് ഞാൻ ഫ്രീ ആണ്. ആ, ആ, ഓക്കെ. ആ ഞാൻ ഒരു 2 വീക്സ് ഈ പ്രശ്നം വരത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടുന്ന് പോകും. അതുകൊണ്ട് ഓ കുഴപ്പമില്ല. ആ അപ്പോ അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. ആ ഞാനപ്പോ ഒന്നെങ്കിൽ വീഡിയോ അപ്പം മാൻഡേറ്ററി അല്ല, വീഡിയോ വേണമെങ്കിൽ ഓഫ് ചെയ്തേക്കാം. അപ്പൊ ആ, അത്രയും സേവ് ചെയ്യാലോ. ആ, ആ, ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുന്നത് എന്റെ ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതും ബാക്കി കാണാലോ അല്ലേ? അത് കാണുന്നുണ്ട്. ഇപ്പം കുഴപ്പമില്ല. ശരി ശരി. ആ, നമ്മൾ എവിടം വരെ ആയിരുന്നു പറഞ്ഞത്? പെന്നും വയ്യും അല്ലേ? ഇത് കഴിഞ്ഞല്ലേ? ആ, കഴിഞ്ഞ ഓ, കഴിഞ്ഞ ആ ഹൂ ഇസ് യുവർ ഫേവറേറ്റ് ടീച്ചർ ആ, അതൊക്കെ ഇല്ല. പറഞ്ഞു. ഇനി അടുത്തത് ഹൂസ്. ആരുടെ എന്നാണ് അതിന്റെ അർത്ഥം? ഫെബിൻ ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? ഹൂസും ഹും ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ? ആ, ഇടയ്ക്ക് അവസരം കിട്ടും. ആ അത് ആരുടെ കാറാണ്? അല്ലെങ്കിൽ അത് ആരുടെ എസ്റ്റേറ്റ് ആണ്? അല്ലെങ്കിൽ അത് ആരുടെ ഹോട്ടലാണ്? അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഓക്കെ. ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ ഹോസ് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓക്കെ. വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഫ്ലുവൻസി ഡെയിലി കോൺവെർസേഷനിൽ പറ്റിയ അത് ആരുടെ വീടാണ്? ഹോസ് ഹൗസ് ഇസ് ദാറ്റ്? ഓക്കെ. ആ നമ്മൾ ചോദിക്കൂല, അയ്യോ അത് ആരുടെ വീടാ? അത് നമ്മള് ഓ ഹൂ ഇസ് യുവർ ഹൗസ് എന്നോ വാട്ട് ഇസ് യുവർ ഹൗസ് എന്നല്ലല്ലോ ചോദിക്കുന്നത്. ഹൂസ്
എന്നാണ് യൂസ് ആ ചെയ്യേണ്ടത് ഓക്കെ. ആരുടെ. ഹൂസ് ആ ഹൗസ് ഇസ് ദിസ്? ഓക്കെ. ആ ആം, ഇത് പിന്നെ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് ആരുടെ ബെഡ്റൂം ആണ്, ഹൂസ് ബെഡ്റൂം ഇസ് ദിസ്, ആ അങ്ങനെയൊക്കെ ഓക്കെ. ചോദിക്കും. ഓക്കെ. പിന്നെ എന്താ, പിന്നെ അടുത്തത് വരുന്നത്, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹൂസ് കാർ ഇസ് ദിസ്. ഇവിടെ കാറ് സിംഗുലർ ആണ്, ഇസ് സിംഗുലർ ആണ്, ദിസും സിംഗുലർ ആണ് അല്ലെ. നമ്മള് അതെ. ആ എന്നാ ഹോസ് ഡോഗ്സ് ആർ ദാറ്റ്, ആ പട്ടികൾ ആരുടെയാണ് എന്ന് ആ പട്ടികൾ അത്. അപ്പൊ ആറും, ഉം. ഡോഗ്സ് പ്ലൂറൽ ആണ്, ആറ് പ്ലൂറൽ ആണ്, ദോസും അല്ലെങ്കിൽ ദീസും പ്ലൂറൽ ആവും. ഓക്കെ. അതും കൂടെ ഒന്ന് ഓക്കെ. ശ്രദ്ധിക്കണം. നമ്മളൊരു സെന്റൻസ് പറയുമ്പം ഈ കാറ് വെച്ചിട്ട് കാർ ആർ ദിസ് എന്ന് ചോദിക്കത്തില്ല, കാർ ഇസ് ദിസ്. അതുപോലെ ഡോഗ്സ് ഇസ് ഓക്കെ. ദിസ് എന്ന് ചോദിക്കത്തില്ല, ഡോഗ്സ് ആർ ദീസ് അല്ലെങ്കിൽ ദോസ് യൂസ് ചെയ്യാം. ഓക്കെ. ആ ഓക്കെ. പിന്നെ മൂന്നാമത്തെ ഒരു ഇതാണ് ഹും. ഹും എന്ന് പറയുമ്പോ എന്താണ്, ആർക്കാണ് അല്ലെങ്കിൽ ആരെ എന്നുള്ള രീതിയിലാണ് ഹുമ്മിന്റെ മീനിങ് വരുന്നത്. ഓക്കെ. ഫെബിന് ആർക്കാണ് പൈസ കൊടുത്തത്? ഹും ഡിഡ് യു ഗീവ് ദ മണി? ഹും ഡിഡ് യു ഗീവ് ദ മണി? ഓക്കെ. ആ എങ്ങനെ ഹും എന്ന് പറയുമ്പോ ആർക്ക് അങ്ങനെയാണോ? ആ ആർക്കാണ് അല്ലെങ്കിൽ ആരെയാണ്, ആർക്കാണ്, രണ്ട് മീനിങ്ങും കറക്റ്റ് ആണ്. ആർക്കാണ് പൈസ ആ കൊടുത്തത്? ആ അപ്പോ ഓക്കെ. ഇവിടെ ഡിഡ് വരുമ്പം വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ ഇതൊരു പാസ്റ്റ് ആണ്. ഫെബിൻ ആർക്കാണ് പൈസ കൊടുത്തത് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ സംതിങ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്. മനസ്സിലായോ? ഫെബിൻ ഓക്കെ. ആർക്കാണ് പൈസ കൊടുത്തത്? ഓക്കെ. ഫെബിൻ ആരെയാണ് കണ്ടത്? ഓക്കെ. ഹും ഡിഡ് യു സീ? ഹും ഡിഡ് യു സീ എന്ന് വരും ഇവിടെ. പാസ്റ്റ് ആയതുകൊണ്ടാണല്ലേ ഈ ഡിഡ് വന്നത്? അതെ അതെ അതെ. ഇനി അതിന്റെ അപ്പുറത്തെ താഴത്തെ സെന്റൻസ് നോക്കി, ഹും ഡു യു സീ ഇൻ ദ പാർക്ക്? പാർക്കിൽ ആരെയാണ് കാണാറുള്ളത് അല്ലെങ്കിൽ കണ്ട്. കാണുന്നത്? ഇപ്പൊ നടക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഡെയിലി നമ്മള് നീ അവിടെ പോകുമ്പോ ആരെയാണ് കാണാറുള്ളത്, കാണുന്നത്? ഓക്കെ. അപ്പൊ അവിടെ നമ്മള് ഇപ്പൊ നടക്കുന്ന കാര്യമായതുകൊണ്ട് ഡൂവും. എന്നാ ഇവിടെ വരുമ്പോഴത്തേക്ക് നീ ആരെയാണ് കണ്ടത്, ഹും ഡിഡ് യു സീ എന്ന് വരും. മനസ്സിലായോ? ഹും ഡിഡ് യു ആ സീ ഇൻ ദ ഓക്കെ. പാർക്ക്. ഞാൻ ചോദിക്കുകയാണ് ഫെബിനോട്, നീ ബീച്ചിൽ ആരെയാണ് കണ്ടത്? ഹും ഡിഡ് യു ഹും ഡിഡ് യു സീ ഇൻ ബീച്ച്? ഇൻ ദ ബീച്ച്. ഓക്കെ. അപ്പൊ മനസ്സിലായില്ലേ? ഹും ഡു യു സീ ഇൻ ആ ദ ബീച്ച് എന്ന് മനസ്സിലായി. ചോദിച്ചു കഴിഞ്ഞാൽ നീ ആരെയാണ് കാണാറുള്ളത് അല്ലെങ്കിൽ കാണുന്നത്, ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ നീ ആരെയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്? ഹും ഡു യു സീ ഇൻ ദ ബീച്ച്. ഇപ്പൊ അതിലെ കൂടെ ഒരു ആള് പോയില്ലേ, അവനെയാണോ നോക്കുന്നത്? ഹും ഡു യു സീ ഇൻ ദ ബീച്ച്. ഓക്കെ, മനസ്സിലായോ? ആ മനസ്സിലായി. ആ അപ്പൊ ഹും മനസ്സിലാകുന്നത് മാത്രമല്ല. വരുന്നില്ല. കേട്ടില്ല. ഫസ്റ്റ് ഈ ഹും ഡിഡ് വരുമ്പോ പാസ്റ്റില് നമ്മള് ചെയ്ത കാര്യങ്ങള് അങ്ങനല്ലേ? ആ ആ, പാസ്റ്റ്. ഹും പാസ്റ്റിലെ കാര്യങ്ങളാണ് ചെയ്തത്, പറഞ്ഞത്, കണ്ടത്, അറിഞ്ഞത്. അപ്പൊ ഇതെല്ലാം ചെയ്തത് ആ ഓക്കെ. ഓൾറെഡി കഴിഞ്ഞതല്ലേ. ആ ആഹ് ഓക്കെ. കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പോൾ മനസ്സിലാവും. കുറച്ച് എക്സാമ്പിൾസ് ഇങ്ങോട്ട് ചോദിക്കാവോ? ആഹ് ഫെബിൻ ആരോടാണ് പൈസ ചോദിച്ചത്? പൈസ ചോദിച്ചത് ആരോടാണ്? ഹും ഡിഡ് യു ആസ്ക് ഡിഡ് യു ആസ്ക് ഫോർ മണി? ആ ഹും ഡിഡ് യു ആസ്ക് ദ മണി? ആരോടാണ് പൈസ ചോദിച്ചത്? മനസ്സിലായോ? ഓക്കെ. ആ ആ മനസ്സിലായി. ഉം. പിന്നെ ഫെബിന് ജോബുമായിട്ട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്യേണ്ടത് ഫെബിൻ അല്ലേ. അപ്പൊ എനിക്ക് ആ ആ ടേംസ് എനിക്ക് അറിയത്തില്ലല്ലോ. ആരോടാണ് ഞാനത് ചെയ്യാൻ പറഞ്ഞത്? ഹും ഡിഡ് യു ഡു ദാറ്റ്? ഹും ഡിഡ് ഐ ആ ആസ്ക് യു ടു ഡു? ഹും ഡിഡ് ഐ ആ ആസ്ക് ഹും ഡിഡ് ഐ ആസ്ക് എന്ന് ചോദിക്കും. ഹും ഡിഡ് ഐ ആസ്ക് യു ടു ഡു ദാറ്റ്? ഓക്കെ. ആ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, നമുക്ക് അതേ സിമ്പിൾ ആ ഫോമാറ്റ് ഓക്കെ. പഠിക്കാം. അപ്പൊ നമുക്ക് ആ പിന്നെ ഓക്കെ. ഫ്യൂച്ചറിലെല്ലാം ചോദിക്കാൻ പറ്റും. ആ ഓക്കെ. 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 പിന്നെ അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്. ഇനി ഒരു 6 മിനിറ്റ്സും കൂടി ഉള്ളൂ. പുതിയതായിട്ട് വേറെ ഇനി എടുക്കണ്ട. ഉം. ഹുമ്മും ഹോസും ആ ചോദിക്കുമ്പോൾ പറയേണ്ട കുറച്ച് കാര്യങ്ങളായിരുന്നു. അത് നമുക്ക് നാളെ ഒന്നും കൂടെ ഇത് റിവൈസ് ചെയ്യാം. പക്ഷേ യു ഹാവ് ടു മേക്ക് ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 5എണ്ണം വെച്ച് 10എണ്ണം വെച്ചൊക്കെ ആണെങ്കിൽ മാക്സിമം എഴുതുന്നു, മാക്സിമം എക്സ്പേർട്ട് ആവും. ഓക്കെ. നാളെ ഉണ്ടാവുമോ? ഇല്ല, വീക്കെൻഡ്സ് ഹോളിഡേ അല്ലേ, മൺഡേ ഉള്ളൂ. ആ ഓക്കെ.
ആ ഓക്കെ. അപ്പൊ ഇനി 6 മിനിറ്റ് നമുക്ക് സ്പീക്കിംഗ് ടാസ്കിന് പോകാം. ആഹ് ഇന്ന് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ട് കുറെയൊക്കെ ഡിലേ വന്നല്ലോ. അപ്പോ ക്യാൻ യു ആ ഹാവ് യു സെലക്ടഡ് എനി ടോപ്പിക് ഇന്നത്തേക്ക് എന്തെങ്കിലും ചെയ്ത് സെലക്ട് ചെയ്തായിരുന്നു? ഇന്ത്യ ഇന്ത്യ ഇന്ത്യയോ? ഞാൻ നോക്കിയില്ല. ആ ഞാൻ ഇന്ത്യയെ ഇവിടെ കുറിച്ച്? വന്ന് ജസ്റ്റ് ആ ശരി ശരി, ഇന്ത്യയെ കുറിച്ച് പറഞ്ഞോളൂ. ഓക്കെ. ആ യെസ്. ഇന്ത്യ ഈസ് മൈ കൺട്രി. ഈശ്വര. ആ ഓക്കെ. ഓൾ ഇന്ത്യൻസ്? ഇന്ത്യ അല്ല അല്ല. ഓക്കെ. അതല്ല. ആ ഓക്കെ. India has very old history. ആ ഇന്ത്യ In ഹാസ് ആൻ India, ഓൾഡ് ഹിസ്റ്ററി. ആ in India, we can see many traditional religions, ഓക്കെ. languages, യെസ്. and also India is a very beautiful place. We can see mountains, beaches, യെസ്. variety sceneries in India, ഓക്കെ. and also India is a growing country. എന്ത് എന്ത് കൺട്രി? Growing, ആ ഇറ്റ്സ് എ വളരുന്ന country. ഡെവലപ്പിംഗ് കൺട്രി. യെസ്. Okay. Okay. India is a developing country. വേറെന്താ? മതിയോ? ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തില്ല. ജസ്റ്റ് പോയിന്റ്സ് എഴുതി വെച്ചായിരുന്നോ? ഇല്ലേ? ഞാൻ ജസ്റ്റ് അല്ല ഗൂഗിൾ ചെയ്തിട്ട് രണ്ടു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ. ആ അതെ, നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്വന്തമായിട്ട് ഉം, ആ. ജസ്റ്റ് നോക്കിയിട്ടൊന്ന് എഫേർട്ട് കൈകൊണ്ട് എഴുതുമ്പോൾ നമ്മൾ അത് ഓർത്തിരിക്കും. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്മൾ അത്ര ഓക്കെ. ഓർക്കത്തില്ലല്ലോ. ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ എന്തെങ്കിലും എഴുതിയാലേ എനിക്കും തലയിൽ നിക്കത്തുള്ളൂ. അപ്പോ ഫ്ലുവന്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടാസ്ക് വരുന്നത്. എനിക്കറിയാം ഓക്കെ. വർക്ക് പ്രഷർ ഒക്കെ ഉണ്ട്. അപ്പം സാറ്റർഡേ സൺഡേ കിട്ടുമ്പം ഒരാഴ്ചത്തേക്കുള്ള ടോപ്പിക്കുകൾ ഞാൻ കാണാപ്പാടം എഴുതാനോ ഫുൾ ഓക്കെ. പാരഗ്രാഫ് ഒന്നും അല്ല ചോദിക്കുന്നത്, ജസ്റ്റ് ഐഡിയാസ് മാത്രം മതി. മനസ്സിലായി. അപ്പൊ ഫെബിനെ ഓക്കെ. എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും. ഇന്ന സാധനത്തിനെ കുറിച്ച് കുറച്ചു നേരം സംസാരിക്കാം, അടുത്ത ഇത് അതിനെ നമുക്ക് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റും. അല്ലാതെ ഒരു സാധനത്തിലല്ല. ഓക്കെ. നമ്മൾ ഇങ്ങനെ പശുവിനെ മരത്തിലാണ് കെട്ടുന്നത്, മരം എനിക്ക് ഇത് തരുന്നു, തണൽ തരുന്നു. തണൽ എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് വേറെ കുറെ കാര്യം, അങ്ങനെയൊക്കെ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പോകും. ഇങ്ങനെ സംസാരിച്ചാൽ മതി, ഓക്കെ. ഓക്കെ. ഫ്ലുവൻസി ഉണ്ടാകുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഓക്കെ. ടോപ്പിക്കിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഓൺലി ടു ദ ഫ്ലുവൻസി. ഓക്കെ, അതിനാണ്. അപ്പൊ ഒരു ടോപ്പിക് എടുത്തിട്ട് നമുക്ക് അതിന് വേറെ കാര്യങ്ങളിലോട്ടും കൊണ്ടുപോകല്ലേ, അങ്ങനെയാണോ? ഓഫ് കോഴ്സ് കൊണ്ടുപോകാം. ഇപ്പൊ ഇന്ത്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓക്കെ. നമുക്ക് നമ്മുടെ കേരളത്തിനെ കുറിച്ച് സംസാരിക്കാം, അല്ലെ? ഇന്ത്യയിൽ വരുന്നതാണല്ലോ കേരളം. ഓക്കെ. എന്നിട്ട് യു ക്യാൻ ഓക്കെ. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്. നൗ ഐ എം സ്റ്റേയിങ് ഇൻ UAE, ഐ മിസ് മൈ കൺട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കൾച്ചറും അവിടുത്തെ കൾച്ചറും തമ്മിലുള്ള ഡിഫറൻസ് പറയാം. മനസ്സിലായോ? ഓക്കെ. ഓക്കെ. മനസ്സിലായി. ഓക്കെ. അങ്ങനെയാണ് സ്പീച്ച് പറയുന്നവരൊക്കെ ആണെങ്കിലും സംസാരിക്കുന്നത് കണക്ട് ചെയ്തല്ലേ സംസാരിക്കുന്നത്, അല്ലാതെ ഒരു ടോപ്പിക് തന്നെ അവർക്ക് എന്തോരം നേരം പറയാനാ? ഓക്കെ. മനസ്സിലായി. ആ സോ നെറ്റ്വർക്ക് ഇഷ്യൂസിന്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ആ അതെ. അതാ. അതൊന്നും ഞാൻ മാക്സിമം. ഇല്ലേ 2 വീക്സും കൂടെ കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഞാൻ വെക്കേഷന്റെ ടൈം ആവും, ഞാൻ ഇവിടുന്ന് പോകും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നാട്ടിലായി കഴിഞ്ഞാൽ വലിയ വിഷയം വരില്ല. ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യുന്നതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി. ജെന്യുവൻ ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ടാൽ മതി. അത് ഓക്കെ. എന്നോട് ഡൗട്ട്സ് കുറെ ചോദിക്കണം, ഓക്കെ. ഉള്ളതൊക്കെ ചോദിക്കാം, ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പൊ ഓക്കെ. ഇതിന്റെ സ്ക്രീൻഷോട്ട് ഓക്കെ. പിക്ക് ഞാൻ അയച്ചു തരാം. എന്നിട്ട് മാക്സിമം യു ക്യാൻ റെഫർ ഗൂഗിളിൽ ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ. ഓക്കെ. ഇപ്പൊ വാട്സാപ്പിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ടല്ലോ, AI. അതിനോട് തന്നെ ഡൗട്ട് ചോദിക്കുവാണെങ്കിൽ മറ്റേ എല്ലാം പക്കയായിട്ട് ഇതാവും. അപ്പം ഹൂ ഇസ് യുവർ സെന്റൻസ് സ്ട്രക്ചർ എക്സാമ്പിൾസ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ കിട്ടും കുറെ മെറ്റീരിയൽസ്. എന്നിട്ട് ഓക്കെ. ഈ ഫോമാറ്റ് ഒന്ന് നോക്കിയിട്ട് വരിക നല്ലപോലെ. ഓക്കെ. ഓക്കെ. സോ 1 minute more.
ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും പറയാനായിട്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ഇപ്പം നാളെ മറ്റന്നാളും ഫ്രീ അല്ലേ, അപ്പൊ ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്താം. Okay, thank you so much. Now you can leave the session. Have a ഓക്കെ happy weekend. ഓക്കെ, Okay. Mm. താങ്ക് യു.